വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം വിച്ചു. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ഒക്കെയാണ് അല്ലേ? ഇന്ന് പുതുവത്സര ദിനമൊക്കെയാണ്. എന്താണ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്തത്? ഇന്നലെയൊക്കെ അടിച്ച് പൊളിച്ച് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് വന്ന് ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചവരുണ്ടാവും, പിന്നെ അതുപോലെ തന്നെ സന്തോഷങ്ങൾ അനുഭവിച്ചവരുണ്ടാവും. അതെല്ലാം ദുഃഖങ്ങൾ അനുഭവിച്ചവർക്കും മാനസികമായിട്ട് വിഷമങ്ങൾ അനുഭവിച്ചവർക്കും എല്ലാം ഈ പുതുവത്സര ദിനം, അതായത് പുതിയൊരു 2025 ഒരു മാറ്റം ഉണ്ടാവട്ടെ, പുതിയൊരു മാറ്റം പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ സന്തോഷം ഉള്ളവർക്ക് ഇനിയും അത് നിലനിൽക്കട്ടെ, ഇനിയും അതിനേക്കാൾ കൂടുതൽ നിമിഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ 2025 നമുക്ക് വരവേൽക്കാം. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ? പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ ബെസ്റ്റ് ഒരു ദിവസമാണല്ലോ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും. അപ്പോൾ യൂട്യൂബിലേക്ക് കുറേ ജോയിൻസുകളും എൻട്രികളൊക്കെ വന്നിട്ടുണ്ടാവും. യൂട്യൂബ് പുതിയ ചാനലൊക്കെ തുടങ്ങി, എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും, പക്ഷെ എന്ത് ടോപ്പിക്കാണ് നമ്മൾ ഇടുക, എന്ത് കണ്ടന്റാണ് ഇടുക, എന്നെക്കൊണ്ട് എന്തായിരിക്കും യൂട്യൂബിൽ ചെയ്യാനായിട്ട് കഴിയുക എന്നൊക്കെ പറയുന്ന കാര്യം ആലോചിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ ആൾക്കാർക്ക് ഏതൊക്കെയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് ഒരു 20 കണ്ടന്റ് ഐഡിയാസ് ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അത് നമുക്ക് ഏതൊക്കെയാണ് 20 ഐഡിയാസ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്പർ 1, എഡ്യൂക്കേഷൻ ചാനൽ. എഡ്യൂക്കേഷൻ ചാനൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അറിയുക, അതായത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് റിവിഷൻ പോലെ എടുത്തു കൊടുക്കേണ്ട യൂട്യൂബ് ചാനല്. 10th ഉണ്ട്, ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, അങ്ങനെ പല ക്വാളിഫിക്കേഷനും പല മേഖലയിലായിട്ടുള്ള ആൾക്കാർ യൂട്യൂബിൽ ചാനൽസ് തുടങ്ങിയിട്ടുണ്ട്, എഡ്യൂക്കേഷൻ ചാനൽസ് ആയിട്ട്. അപ്പം നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ പഠിച്ചത്, ആ പഠിച്ചതിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് അത് പബ്ലിക്കലി പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്പർ 2, ചാലഞ്ചസ് ചാനൽ. ചാലഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, പല ചാലഞ്ചുകൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു ചാനലായിരിക്കും. അതായത് ആ ചാലഞ്ചുകൾ മാത്രമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ചാലഞ്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൂടുതലും ആ ഒരു ടോപ്പിക്ക് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പല രീതിയിൽ നമ്മൾ യൂട്യൂബ് വീഡിയോയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവൈലബിൾ ആണ്. ചാലഞ്ചസ് വീഡിയോസ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇനി നമ്പർ 3, റിവ്യൂ ചാനൽ. റിവ്യൂ ചാനൽ വെച്ചാൽ നിങ്ങൾക്ക് ഏത് റിവ്യൂ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഫിലിമിൻ്റെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂ ചെയ്യാം. പിന്നെ അതുപോലെ നമ്മൾ എന്താണ് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്യാം. നിങ്ങൾ ഒരു ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂ, അല്ലെങ്കിൽ ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ ആ ബുക്സിൻ്റെ റിവ്യൂ. അങ്ങനെ നമ്മൾ എന്താണോ അത് നമ്മൾ യൂസ് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചത് കാര്യങ്ങൾ, അതിൻ്റെ ഒരു റിവ്യൂ നിങ്ങൾക്ക് പറയാനായിട്ടുള്ള ഒരു ചാനലായിട്ട് നമുക്ക് തുടങ്ങാനായിട്ട് പറ്റും. നമ്പർ 4, ന്യൂസ് ചാനൽ. നമ്മൾ യൂട്യൂബിൽ കാണുന്നത് പോലെ ന്യൂസിൽ നിന്ന് ഒരുപാട് നമ്മൾ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് വീഡിയോസ് കണ്ടിരിക്കുന്നത് പല ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഒറ്റ ഇൻഫർമേഷനാക്കി ഒരു വീഡിയോയിലാക്കി ക്രിയേറ്റ് ചെയ്യും. നമ്മൾ പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിലും കണ്ടിട്ടുണ്ട്, ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ അല്ലെങ്കിൽ 15 മിനിറ്റിൻ്റെ വീഡിയോ, 20 മിനിറ്റ് വീഡിയോ എന്നുള്ള രീതിയിൽ അവർ തമ്മിലൊക്കെ കൊടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതൊരു ഷോർട്ട് സ്റ്റോറി ആക്കിയിട്ടുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടാവും. ആ സ്റ്റോറി തന്നെയാണെങ്കിലും ഒരു ന്യൂസും കൂടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു 20-25 മിനിറ്റ് ദൈർഘ്യം വരുന്ന വീഡിയോസ്, എല്ലാ ഇൻഫർമേഷനും നമ്മൾ ശേഖരിച്ച് ആ ഒരു വീഡിയോ ആക്കി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന ന്യൂസ് ആയിട്ട് നമുക്കത് നമ്മുടെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട്. നമ്പർ 5, ട്രാവലിംഗ് വ്ളോഗ്. ട്രാവലിംഗ് വ്ളോഗ് എല്ലാവർക്കും അറിയാലോ, നമ്മൾ പോകുന്ന സ്ഥലങ്ങളെ കുറിച്ചുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് ട്രാവലിംഗ് വ്ളോഗ്. ഇനി പ്രത്യേകിച്ച് അത് വിശദീകരിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ എങ്ങനെയൊക്കെ പോകുന്നു, ഏതൊക്കെ രീതിയിൽ നമ്മുടേതായിട്ടുള്ള ഐഡിയയിൽ നമ്മൾ പല സ്ഥലങ്ങളും കാണുന്നു, നമ്മുടേതായിട്ടുള്ള പല അവതരണ ശൈലികളിലൂടെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. നമ്പർ 6, റിയാക്ഷൻ ചാനൽ. റിയാക്ഷൻ ചാനലിൽ നിന്ന് നമ്മൾ പല വീഡിയോസും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയി നിൽക്കുന്ന വീഡിയോസൊക്കെ ഉണ്ടാവും. അതിൻ്റെ താഴെ ഒരാൾ ഇരുന്നിട്ട് അഭിപ്രായം പറയുന്നുണ്ടാവും, ഇങ്ങനെ അമ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റിയാക്ഷൻസ് ഇടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു ടോപ്പിക് നിങ്ങൾക്കാണ് റിയാക്ഷൻ ആയിട്ട് ഇടാൻ ഭയങ്കര താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനും തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. നമ്പർ 7, ഗെയിമിംഗ് ചാനൽ. ഇപ്പോൾ ഗെയിമിംഗ് ചാനൽ ഇപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ഗെയിം കളിക്കുന്നത് അതിൻ്റെ റിവ്യൂസ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ അതായത് ഇപ്പോഴത്തെ യൂട്യൂബ് ചാനലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കാണാൻ പറ്റും ഗെയിമിംഗ് ചാനലിൽ പല ഗെയിമിങ്ങിനെ പറ്റിയിട്ട് ഭയങ്കര അത്യാവശ്യം റീച്ച് കിട്ടുന്ന ഒരു ഇതാണ് ഗെയിമിംഗ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്പർ 8, ക്രാഫ്റ്റ്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സാധനങ്ങൾ അതെങ്ങനെ ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ പലവിടെയും കണ്ടിട്ടുണ്ടാവും, ഒരു ബോക്സിലായിരിക്കും ഇങ്ങനെ ഒരു പൂമ്പാറ്റി ഉണ്ടാക്കുന്ന പോലെ, ഈ ബോട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യുന്ന പോലെ, അങ്ങനെ പല രീതിയിലും ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയ സമയത്തും അതേപോലെ തന്നെ ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കെ കൊടുക്കുന്ന ആ ഒരു രീതിക്കൊക്കെ നമ്മൾ ക്രാഫ്റ്റുകൾ പല രീതിയിലും പല ഐഡിയാസിൽ നമ്മുടേതായിട്ടുള്ള ഒരു സ്കില്ല് വെച്ചിട്ട് നമുക്കത് ഉണ്ടാക്കാനായിട്ട് പറ്റും. പല ക്രാഫ്റ്റ് അതെങ്ങനെ മേക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്കത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാം.
നമ്പർ 9 മോട്ടിവേഷൻ ചാനൽ. മോട്ടിവേഷൻ ചാനൽ നമ്മളെല്ലാവർക്കും ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. അറിയാലോ, പല രീതിയിൽ പല ആൾക്കാർ അവതരണ ശൈലിയിലൂടെ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ചാനൽ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ നാവാണ് നമ്മുടെ ഒരു സ്കില്ല്. നമുക്ക് സംസാരിക്കാൻ നല്ലൊരു സ്കില്ല് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഒരാളെ മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് മാറ്റാൻ ഒരു കഴിവ് ഉണ്ട് നമ്മുടെ ഒരു സംസാരത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മോട്ടിവേഷൻ ചാനൽ ഓപ്പൺ ആക്കാം. നമ്പർ 10 മെക്കാനിക്ക് പരമായിട്ട് നിങ്ങളിപ്പോൾ വർക്ക്ഷോപ്പൊക്കെ ഇടുന്ന ആൾക്കാർക്ക് മെക്കാനിക്ക് പരമായിട്ട് ഉള്ള ചെറിയ ചെറിയ ടിപ്സുകൾ, അതായത് നിങ്ങളുടെ കഞ്ഞിയിൽ പാറ്റിയിടുന്ന പോലെയൊന്നും പറഞ്ഞു കൊടുക്കണ്ട, ചെറിയ ചെറിയ ടിപ്സുകൾ, അല്ലെങ്കിൽ എന്താണ് ഇന്ന വർക്കുകൾ ഇപ്പോൾ മോഡിഫൈ ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ഓരോന്നിൻ്റെ പ്രൈസോ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മെക്കാനിക്ക് പരമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്പർ 11 ഇൻഷുറൻസ് ആൻഡ് LIC. ഇൻഷുറൻസ് ആൻഡ് LIC അതിൽ വരുന്ന അപ്ഡേഷൻസ്, അതിൽ വരുന്ന മാറ്റങ്ങളും അതിൽ വരുന്ന റൂൾസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമായിരിക്കും. നമ്മൾക്ക് എന്തുണ്ടെങ്കിലും ആ ഒരു ഓഫീസിൽ പോയിട്ട് അന്വേഷിക്കേണ്ട കേസോ കാര്യങ്ങളോ വരുന്നുണ്ട്. നമുക്ക് ഇന്നൊരു ചാനൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വരുന്ന പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ ആൾക്കാർക്ക് അറിയാൻ ഭയങ്കര സഹായമായിരിക്കും. നമ്പർ 12 ടെക് ചാനൽ. ഇപ്പോൾ പല യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും ടെക് ചാനൽ. അത് നമ്മുടെ മൊബൈലിനെ പറ്റിയിട്ട് ലാപ്ടോപ്സിനെ പറ്റിയിട്ട് അങ്ങനെയുള്ള വീഡിയോസ് റിവ്യൂസ് കാര്യങ്ങൾ ഇടുന്നത്. നമ്മളിപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോൺ വന്നാലും നമ്മൾ അതൊക്കെ നോക്കിയിട്ടായിരിക്കും ഒരു ഫോൺ പർച്ചേസ് ചെയ്യുക. അവരുടെ കാര്യങ്ങൾ എന്താണ്, ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽസ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം അങ്ങനെ തന്നെ. ഒരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ ആ ഫോണിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ യൂട്യൂബിൽ വരും, സെർച്ച് ചെയ്യും, അതിൻ്റെ ആ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും അല്ലേ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെക് ചാനൽ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതിൽ വരുന്ന അപ്ഡേഷൻസ് ഒക്കെ അറിയിക്കാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. നമ്പർ 13 ബോഡി ബിൽഡിംഗ്. നിങ്ങൾക്ക് ബോഡി ബിൽഡിങ് ഒരു ജിമ്മൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ജിമ്മ് ചെയ്യുന്നത്, ജിമ്മിൻ്റെ കാര്യങ്ങൾ, ജിമ്മിൻ്റെ ആ ഒരു പ്രോട്ടീൻ പൗഡർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ ദോഷങ്ങൾ, അതെങ്ങനെ കൃത്യമായിട്ട് ചെയ്യാം, അത് എങ്ങനെയൊക്കെയാണ് അത് ആൾക്കാരിലേക്ക് എത്തിക്കേണ്ടത്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എക്സസൈസ് ചെയ്യേണ്ട കാര്യങ്ങളും അതിൻ്റെ കാര്യഗൗരവങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കൊരു ചാനൽ തന്നെ നമുക്ക് ഓപ്പൺ ആക്കാം. നമ്പർ 14 ലോ ചാനൽ. അതായത് നമുക്കൊരു ഒരു റൂൾസ്, നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും നമ്മുടെ ഭരണഘടന കീഴിലൂടെ വരുന്ന റൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം എന്താണോ നടക്കുന്നത്, അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കൂടുതൽ ആൾക്കാർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. നമ്മുടെ നിയമവ്യവസ്ഥയെ കുറിച്ചൊന്നും അറിയാത്ത ആൾക്കാരായിരിക്കും കൂടുതലും. ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാൻ, പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് നമ്മുടെ നിയമങ്ങൾ, നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ, സുരക്ഷാ നിയമങ്ങളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് നിങ്ങൾക്കത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് ലോ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് എടുക്കാനായിട്ട് പറ്റും. നമ്പർ 15 ചിൽഡ്രൻസിൻ്റെ. കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരിനെ ചിരിപ്പിക്കാനായിട്ട് നിങ്ങൾ പല വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ഇടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാണ് ചിൽഡ്രൻസിൻ്റെയൊക്കെ ആ ഒരു ടോപ്പിക്ക് വരുന്നത്. ഇപ്പോൾ നമ്മൾ ബൊമ്മകളൊക്കെ കൊണ്ട് കുട്ടികളെ കളിപ്പിക്കുന്ന രീതിയിലൊക്കെ ഉണ്ടാവും. അതായത് കുട്ടികളുടെ റിയാക്ഷൻ ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്ത് വെക്കുന്നുണ്ടാവും. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികളുടെ കറക്റ്റ് ടൈമിങ്ങിലൊക്കെ കിട്ടാനായിട്ട്. പക്ഷെ അങ്ങനെയൊക്കെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ചാനലാണ് ചിൽഡ്രൻസിൻ്റെ. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ വീട്ടിലുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്തടക്കം മൊബൈലിൽ നോക്കിയിട്ടായിരിക്കും കുട്ടികൾ ഏറ്റവും കൂടുതൽ കാണുന്നത് തന്നെ കുട്ടികളുടെ വീഡിയോസ്, ഈ ചെറിയ ചെറിയ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കുട്ടികളുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ചെയ്യുന്നതായിരിക്കും അവർ കൂടുതലായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ചിൽഡ്രൻസിൻ്റെ. നമ്പർ 15 കൺസ്ട്രക്ഷൻ മേഖലയിൽ വരുന്ന മാറ്റങ്ങളും കൺസ്ട്രക്ഷൻ മേഖലയിൽ വരുന്ന ഈ വിലക്കയറ്റവും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖല എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്നല്ല എപ്പോഴാണെങ്കിലും അത് എല്ലാ രാജ്യത്താണെങ്കിലും കൺസ്ട്രക്ഷൻ മേഖല എന്ന് പറഞ്ഞാൽ അത്രയും ഒരു പോപ്പുലാരിറ്റി ഉള്ള ഒരു മേഖല തന്നെയാണ് കൺസ്ട്രക്ഷൻ മേഖല. ഒരു ബിൽഡിംഗ് വരുന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ തന്നെ വേണം, അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങളും അതിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് നിങ്ങളൊരു ചാനൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്കൊരു ചാനൽ തുടങ്ങാനായിട്ട് പറ്റും. നമ്പർ 17 ഫാബ്രിക്കേഷൻ ചാനൽ. നിങ്ങൾ ഫാബ്രിക്കേഷൻ മേഖലയിൽ വരുന്ന മാറ്റങ്ങളും അതിൽ വരുന്ന പുതിയ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ ചാനൽ വളരെയേറെ ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഫാബ്രിക്കേഷൻ മേഖലയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ അങ്ങനത്തെ ഉള്ള ഷോപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിന് ചെറിയ ചെറിയ വർക്കുകളും അതിലേക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ, ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ചാനൽ ഓപ്പൺ ആക്കാനായിട്ട് സാധിക്കും. നമ്പർ 18 കോസ്മെറ്റിക് ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഈ പുതിയ പുതിയ മേക്കപ്പുകൾ കാര്യങ്ങൾ ഒക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് ഗേൾസിനായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. ബോയ്സിനുണ്ട്, ഗേൾസിനായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ.
അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു തരത്തിൽ നിങ്ങൾ ചെയ്യുന്ന മേക്കപ്പുകളും കാര്യങ്ങളും ഇപ്പോൾ വെഡ്ഡിങ്ങിൻ്റെ ഒക്കെ പ്രീ ഷൂട്ടിങ്ങും പ്രീ വെഡ്ഡിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത മേക്കപ്പുകളും കാര്യങ്ങളും അതിൻ്റേതായ റിവ്യൂസ് ഉപയോഗിക്കുന്ന മേക്കപ്പിനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. ആ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂയും കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് ഈ ഒരു ചാനൽ യൂസ്ഫുൾ ആയിരിക്കും. നമ്പർ 19 ഇലക്ട്രീഷ്യൻ ചാനൽ. ഇലക്ട്രിക് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. കാരണം ഇപ്പോൾ ITI മേഖലയിൽ ഇലക്ട്രിക്കൽ എടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ പ്രാക്ടിക്കൽ നിങ്ങളൊരു വീഡിയോയിലൊക്കെ കുറച്ച് കാണിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പഠിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ വർക്ക് അറിയാത്തവർക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ന സംഭവം ഇന്നതാണില്ല അവിടെ വേണ്ടത് എന്നുള്ളത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ അളവ് കൃത്യമായിട്ടൊക്കെ പറഞ്ഞ് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും. പഠിക്കുന്ന പിള്ളേർക്ക് ഉപകാരമായിരിക്കും. അറിയാത്ത പ്രേക്ഷകർക്കും ഇന്നതാണ് സംഭവം, ഇവിടെ ഇന്നതാണ് വേണ്ടത് എന്നുള്ളത് അറിയും. പിന്നെ പറ്റിക്കപ്പെടാതിരിക്കാനും സാധ്യതയാണ്, പ്രേക്ഷകർക്ക് പറ്റിക്കപ്പെടാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ചാനൽ തുടങ്ങാനായിട്ട് പറ്റും. നമ്പർ 20 പ്രാങ്ക് ചാനൽ. നിങ്ങൾക്ക് പ്രാങ്ക് വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, പ്രാങ്ക് വീഡിയോസിനോട് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചാനൽ ഓപ്പൺ ചെയ്യാം. എന്ന് വെച്ചാൽ പബ്ലിക്കിലൊക്കെ പോയിട്ട് ഒരുപാട് പ്രാങ്ക് വീഡിയോ ഒക്കെ ചെയ്ത് തല്ലൊന്നും കൊണ്ട് വരരുത്. മാന്യമായ രീതിയിൽ ചെറിയ ഒരു ഹാപ്പിനെസ് ഒക്കെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് പ്രാങ്ക് വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ചാനൽ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 20 ഐഡിയാസ് നമ്മുടെ യൂട്യൂബിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്കുള്ള വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. 20 ഐഡിയാസാണ് ഞാൻ അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോ കാണാം.